السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, 22ാമത്തെ അധ്യായം സൂറത്തു ഹജ്ജ്, അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. സൂറത്തു ഹജ്ജിന് ഒരുപാട് സവിശേഷതകളുണ്ട്, അത്യത്ഭുതകരമായ സവിശേഷതകൾ. അത് എണ്ണി പറയാൻ നിന്ന് ഒരുപാട് സമയമെടുക്കും, എന്നാലും കുറച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് ഭയങ്കര അത്ഭുതമുള്ള ഒന്നാണ്. കുറേ വചനങ്ങൾ മക്കയിലും കുറേ വചനങ്ങൾ മദീനയിലുമാണ് അവതരിച്ചത്. അതുപോലെ കുറേ വചനങ്ങൾ രാത്രിയും കുറേ വചനങ്ങൾ പകലുമാണ് ഇറങ്ങിയത്. കുറേ വചനങ്ങൾ യാത്രയിലും കുറേ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിലുമായിരിക്കുമാണ് ഇറങ്ങിയത്. അതിൽ മുഹ്കമായ വചനങ്ങളുണ്ട്, മുതശാബിഹായ വചനങ്ങളുണ്ട്. ശൈത്യകാലത്ത് ഇറങ്ങിയതുണ്ട്, ഉഷ്ണകാലത്ത് ഇറങ്ങിയതുണ്ട്. അതിനേക്കാളൊക്കെ രസം മനുഷ്യൻ്റെ വ്യത്യസ്തമായ കുലൂബുകളെക്കുറിച്ച്, വ്യത്യസ്ത തരം ഹൃദയങ്ങളെക്കുറിച്ച് ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അൽ-അഅമ, അന്ധത ബാധിച്ച ഹൃദയങ്ങളെക്കുറിച്ച്, അന്വേഷണ ത്വരയുള്ള ഹൃദയങ്ങളെക്കുറിച്ച്, കഠിന ഹൃദയങ്ങളെക്കുറിച്ച്, എളിമയുള്ള ഹൃദയങ്ങളെക്കുറിച്ച്, ഇങ്ങനെ എല്ലാ ഹൃദയങ്ങളെയും മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടി ഒരു അധ്യായം പറയില്ല. മാഷാ അല്ലാഹ്. ഇസ്ലാമിലെ അർക്കാൻ 5 കാര്യങ്ങളാണല്ലോ. അതിൽ ആ റുക്നുകളെ കൊണ്ട് പേര് പറയപ്പെട്ട ഇതല്ലാത്ത ഒരു സൂറയില്ല. ഹജ്ജ് ഇസ്ലാമിൻ്റെ റുക്നുകളിൽപ്പെട്ടതാണല്ലോ, അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ ഈ അധ്യായത്തിലാണ് സായുധ യുദ്ധത്തിന് വേണ്ടിയുള്ള അനുവാദം നൽകപ്പെടുന്നത്. സായുധ യുദ്ധം മാത്രമല്ല, എല്ലാത്തരം ജിഹാദുകൾക്കും, എല്ലാത്തരം ജിഹാദുകളെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട്. അതിൽ സായുധ ജിഹാദ് 39ാമത്തെ വചനത്തിലുള്ളത് കാണാം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. അതൊരു വല്ലാത്ത വാക്കാണല്ലോ. ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ട് അനുവാദം നൽകുകയാണ് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞില്ല. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ അതിമനോഹരം എന്ന് വെച്ചാൽ വിവരണാതീതമായ മനോഹരമായ രംഗങ്ങളാണ്. അതെ, ഈ ജിഹാദു സൈഫ് അഥവാ സായുധ ജിഹാദ് മാത്രമല്ല, എല്ലാത്തരം ജിഹാദുകളെക്കുറിച്ചും ഇനി പറയുന്നുണ്ട്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, അവസാനത്തെ വചനം അതാണ്. ജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. അത് അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, സമ്പത്തിനെ കൊണ്ടുള്ള, നാവിനെ കൊണ്ടുള്ള, ആയുധങ്ങളെ കൊണ്ടുള്ള ജിഹാദ്. നോക്കൂ, 2 സുജൂദുകൾ, തിലാവത്തിൻ്റെ സുജൂദ്, പാരായണ സുജൂദ് 2 എണ്ണമുള്ള ഏക അധ്യായമാണ് സൂറത്തു ഹജ്ജ്. മാഷാ അല്ലാഹ്. ഇനി വല്ലാത്തൊരു പുതുമ 77ാമത്തെ വചനമാണ്. ആ വചനത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ നന്മകളും അതിൽ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. റുകൂഅ്, സുജൂദ്, ഇബാദത്തുകൾ, നന്മയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ വിശ്വാസിയെ സംബോധന ചെയ്തവർ നിങ്ങൾ ചെയ്യുമെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ. മാഷാ അല്ലാഹ്, ഭയങ്കരമാണ്. ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്തഖൂ റബ്ബക്കും എന്നിട്ട് പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവമാണ്, ആരംഭമാണ്. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അവസാനം എങ്ങനെയായിരിക്കും അതും അവിടെ ഓർമ്മിപ്പിക്കണം. അത് ഭയങ്കര രസകരമായ ഓർമ്മിപ്പിക്കലാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. അന്ത്യദിനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്കുകൾ ഭയങ്കരമാണ്. നിങ്ങൾ ആലോചിക്കൂ, ഒരു പ്രസവിച്ച് മുലയൂട്ടുന്ന പെണ്ണ് അതിൻ്റെ കുഞ്ഞിനെ അവഗണിച്ച് ഓടുന്നത് പോലെ ആ ഒരു ഓട്ടം അവിടെ കാണും. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു അത്ഭുതം, സൂറത്തു നിസാഉം സൂറത്തു ഹജ്ജും ആരംഭിക്കുന്നത് ഒരേ രീതിയിലാണ്. 2 സ്ഥലത്തും കാണാം യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും. വ്യത്യാസം എന്തേ ഉള്ളൂ എന്ന് വെച്ചാൽ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും എന്ന് അവിടെ പറഞ്ഞിട്ട്
മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കരമാണ്. 2 അധ്യായങ്ങളും മനസ്സിലായില്ലേ? അവിടെ ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സ്സാഅത്തി ഷൈഉൻ അളീം, മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സൂറത്തു നിസായിൽ പറയുന്നത് മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ചാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരുതോ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഗതിയാണ്. 2 സൂറത്തും, സൂറത്തുൽ സൂറത്തുൽ നിസാഉം സൂറത്തുൽ ഹജ്ജും, 2ഉം തഖ്വയെക്കുറിച്ചുള്ള പരാമർശമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞത്, സൂറത്തുൽ നിസായിൽ പറഞ്ഞത് ഇത്തഖൂ, നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ പറയുന്നത് നിങ്ങളെ വിചാരണ നടത്തുന്നവനെ നിങ്ങൾ സൂക്ഷിക്കണം. 2ഉം സൂക്ഷിക്കാനാണ്, തഖ്വയാണ്. 2 സൂറയിലും സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള സംസാരമുണ്ട്. സൂറത്തു നിസായിൽ സമൂഹത്തിനകത്തുള്ള സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മുസ്ലിം സൊസൈറ്റിയുടെ അകത്തുള്ള സ്ത്രീക്കും പുരുഷൻ്റെ ഇടയിലുണ്ടായിരിക്കേണ്ട, മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട സാമൂഹ്യ നീതിയെക്കുറിച്ച്. ഇന്ന് സൂറത്തു ഹജ്ജിൽ പറയുന്നത് പൊതുവായ സാമൂഹ്യ നീതിയെക്കുറിച്ചും പരലോകത്ത് ലഭിക്കാനുള്ള നീതിയെക്കുറിച്ചുമാണ്. പരലോകത്ത് മനുഷ്യന് ലഭിക്കാനുള്ള നീതി, അവിടെ മനുഷ്യൻ്റെ അവസ്ഥ, അതൊക്കെയാണ് അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹജ്ജിനെക്കുറിച്ച് വളരെ വിശദമായി സൂറത്ത് ബഖറയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെയും സൂറത്ത് ഹജ്ജിലും ഹജ്ജിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. 2 സ്ഥലത്തും അള്ളാഹുവിൻ്റെ ബൈത്തിനെ, അള്ളാഹുവിൻ്റെ വീടിനെ, കഅബയെ ആദരിക്കുന്നതിനെ കുറിച്ചുള്ള സംസാരമുണ്ട്. വ്യത്യാസമുള്ളത്, 2 സ്ഥലത്തും ഹജ്ജിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷെ 2 സ്ഥലത്തും 2 രീതിയിലാണ് പരാമർശം. സൂറത്തുൽ ബഖറയിൽ ഹജ്ജിൻ്റെ ശരീഅത്തുമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറെ പ്രതിപാദിച്ചത് എങ്കിൽ ഇവിടെ പരാമർശിക്കുന്നത് ഹജ്ജിൻ്റെ സമയം, അതുപോലെ മൃഗബലിയുടെ വിധികൾ, അതുപോലെ ഹജ്ജിൽ നിന്ന് ഒഴിവാകുക, തഹല്ലുലിനെ കുറിച്ച്, ജംറകളിൽ എറിയുന്നതിനെക്കുറിച്ച്, ഇഹ്റാമിനിടയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയൊക്കെ. ചുരുക്കത്തിൽ സൂറത്ത് ഹജ്ജിലുള്ളത് ഈമാനികമായ വശമാണ്. ഹജ്ജിൻ്റെ ഈമാനികമായ വശം അത് ശരിക്കും ഭയങ്കര ഒരു വ്യത്യാസമാണ്, വലിയ വ്യത്യാസമാണ്. ബഖറയിലുള്ളത് അതിൻ്റെ ഫിഖ് ആണെങ്കിൽ ഹജ്ജിലുള്ളതിൻ്റെ ഈമാനികമായ വശമാണ്. അതെ, ഹജ്ജുൽ ഖൽബ്, അത് വല്ലാത്ത വാക്കാണല്ലോ. ഹജ്ജുൽ ഖൽബ് വല്ലാത്തൊരു വാക്കാണ്. ഖൽബ് കൊണ്ടുള്ള ഹജ്ജാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയം. ഖൽബ് ഹജ്ജ് ചെയ്യണം, ശരീരം മാത്രം ഹജ്ജ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഖൽബ് ഹജ്ജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ അള്ളാഹുവിലേക്കുള്ള ആ യാത്രക്ക് വേണ്ടി ഖൽബ് റെഡിയാകണം. അള്ളാഹുവിനോട് മഹത്വമുണ്ടാകണം, അള്ളാഹുവിനോട് വിനയമുണ്ടാകണം, അള്ളാഹുവിനെ കീഴ്തുങ്ങാനുള്ള ചിന്തയുണ്ടാകണം, അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധമുണ്ടാകണം. അങ്ങനെ ഖൽബ് കൊണ്ട് നിങ്ങൾക്ക് മശാഇറുകളിലേക്ക്, അഥവാ ഹജ്ജിൻ്റെ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാം. അത് ശരിക്ക് 37-ാമത്തെ വചനത്തിൽ കാണാം. ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ ഹജ്ജിനിടയിൽ ബലിയർപ്പിച്ചാൽ അള്ളാഹുവിന് അതിൻ്റെ രക്തം കിട്ടൂല, മാംസവും കിട്ടൂല. പക്ഷെ എന്ത് കിട്ടും? അത്തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വ. നിങ്ങൾക്ക് തഖ്വയുണ്ടോ? ഭയങ്കര വാക്കാ, ഒരുപാട് സ്ഥലത്തുണ്ട് തഖ്വയെക്കുറിച്ച്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ ഒരാൾ കഴിയുക എന്നത് അവരുടെ ഹൃദയത്തിനകത്തുള്ള തഖ്വയുടെ അടയാളം. സുബ്ഹാനല്ലാഹ്. ഈ 2 സൂറയും, അഥവാ സൂറത്തുൽ ബഖറയും സൂറത്തു ഹജ്ജും, 2ഉം യഥാർത്ഥത്തിൽ ഒരു ഹാജിയുടെ യാത്ര മനോഹരമായി വിവരിക്കുന്നുണ്ട്, മനോഹരമായ രീതിയിൽ. അത് ബഖറയിൽ പറയുന്നത് അവൻ്റെ യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ, ഇവിടെ പറയുന്നത് അവൻ്റെ ഖൽബ് കൊണ്ടുള്ള അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ബഖറയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്
തങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള യാത്രയാണെങ്കിൽ ഒരു സംവിധാനവുമില്ലാതെ ഖൽബ് കൊണ്ടുള്ള യാത്രയാണ് സൂറത്ത് ഹജ്ജിലെ പ്രതിപാദ്യ വിഷയം. 2 സൂറത്തിലും ഖൽബിൻ്റെ തെൽബിയത്തുമുണ്ട്, നാവിൻ്റെ തെൽബിയത്തുമുണ്ട്. നാവ് കൊണ്ടുള്ള തെൽബിയത്ത് കൊണ്ട് മാത്രം തെൽബിയത്ത് പൂർത്തിയാവുകയില്ല. തെൽബിയത്ത് നമുക്കറിയാം, അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ വർഷം ഹജ്ജിനുണ്ട്, എന്നെ സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. പക്ഷെ 2 സൂറത്തിലും അതുണ്ട്. 2 സൂറത്തിലുമുള്ള മറ്റൊരു പ്രത്യേകത, യോജിച്ചു വരുന്ന പ്രത്യേകത, ഹജ്ജിന് പോകുന്ന ആളുകൾ ഹൃദയം കൊണ്ട് കല്ലുകൾ എറിയുന്നതും കൈകൾ കൊണ്ട് കല്ലുകൾ എറിയുന്നതും അത് രണ്ടും യോജിപ്പിച്ചാണ് പറയുന്നത്. കൈകൾ കൊണ്ട് മാത്രം കല്ലെറിഞ്ഞൊരു കാര്യമില്ല. ഹൃദയത്തിലുള്ള അനാവശ്യമായ ദീൻ സ്വീകരിക്കുന്നതിന്, ദീനനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമാകുന്നതിനെയൊക്കെ എറിഞ്ഞ് തകർക്കണം. അതാണ്. അതുപോലെ ഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ അറിവാണല്ലോ ഹദി എന്ന് പറയുന്നത്. അത് കൈകൊണ്ടർത്ഥം പോരാ, അവൻ്റെ ഉള്ളിലുള്ള സകലമാന പൈശാചിക ചിന്തകളെയും അവൻ്റെ ഹവകളിൽ, നിച്ഛകളിൽ നറുത്തെറിയണം. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഖൽബ് കൊണ്ട് ഹജ്ജ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ അധ്യായത്തിലേക്ക് ഖൽബ് കൊണ്ട് പ്രവേശിക്കണം. ഈ അധ്യായത്തെ നന്നായി ആഴത്തിൽ മനസ്സിലാക്കണം, ആഴത്തിൽ ചിന്തിക്കണം. 2 അധ്യായങ്ങളിലും ഹജ്ജിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ആഴത്തിൽ ചിന്തിച്ച് പഠിക്കണം. ഹജ്ജിമാരൊക്കെ ശ്രദ്ധിക്കണം. നോക്കൂ, ഹജ്ജിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, സമ്പൂർണ്ണ മനുഷ്യനായി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ അവൻ ചിലപ്പോൾ ജിഹാദ് നടത്തേണ്ടി വരും, ഖിതാൽ നടത്തേണ്ടി വരും, സായുധ പോരാട്ടം നടത്തേണ്ടി വരും, അതല്ലാത്ത ആത്മപോരാട്ടം നടത്തേണ്ടി വരും. എവിടെ? അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ പിച്ചു ചീന്തപ്പെടുന്നത് കണ്ടാൽ അവിടെ. അതാണ്. എന്തിനു വേണ്ടി? മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി. അത്തരമൊരു ജിഹാദിലേക്കാണ് ഹജ്ജിൻ്റെ അവസാനം കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഹജ്ജിൻ്റെ യാത്ര ആരംഭിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം കൊണ്ട് ഹജ്ജ് ചെയ്യാത്തവർക്ക് അവരുടെ അവയവങ്ങൾ വെറുതെ പോയതുകൊണ്ട് കാര്യമില്ല. അതാ പറഞ്ഞതില്ല, അറുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, അറുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ പ്രധാനമാണ് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. ഈ അധ്യായത്തിൽ മസ്ജിദുൽ ഹറമിനോടുള്ള വല്ലാത്ത ഒരഭിനിവേശം കാണാം. കഅബയോടുള്ള, മഖാം ഇബ്രാഹിമിനോടുള്ള, ഹദിയിനോടുള്ള, പുണ്യസ്ഥലങ്ങളോടുള്ള വല്ലാത്ത ഒരു ഷആയിർ എന്നൊരു പദം ഉപയോഗിച്ച് 32-ാമത്തെ വചനം, ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. ഈ പുണ്യസ്ഥലങ്ങളെയും പുണ്യ കേന്ദ്രങ്ങളെയും ഒക്കെ ബഹുമാനിക്കാൻ സാധിക്കുന്നു എന്നത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളം. ഇവിടെ ബഹുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യുഅള്ളിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തബറുക്കല്ല. തബറുക്ക് ഇസ്ലാമിലില്ല. ഒരു സ്ഥലത്തെ, ഒരു പ്രദേശത്തെ അതിൽ നിന്നൊരു ബർക്കത്തെടുക്കുക. നമ്മുടെ വിശ്വാസം അള്ളാഹു മാത്രമാണ് നഫ്ഉം ദർറും, ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ. അവന് മാത്രമാണ് ആ ഒരു ശക്തിയുള്ളൂ. പിന്നെന്താ ഇവിടെ തഅലീം, യുഅല്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കൽപ്പിച്ചിട്ടുള്ള സൃഷ്ടാവിൻ്റെ കൽപ്പനകളെ അതേപടി അംഗീകരിക്കുക. അതാണ് ശരീഅത്ത് അഥവാ നിയമം പറയാൻ, ദീൻ പറയാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരം അള്ളാഹുവിൻ്റെ ബൈത്തിലേക്ക്, ആ അധികാരമല്ല, അതിനോടുള്ള അള്ളാഹുവിനോടുള്ള ആ ഒരു ആത്മപ്രേമം ഈ ഭവനത്തോടും വരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും സാധിക്കും. അള്ളാഹുവിൻ്റെ ഭവനമാണല്ലോ കഅബ. ആ ഭവനത്തെ അള്ളാഹു ഒരു പള്ളിയാക്കി. ആ പള്ളിയാകട്ടെ മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും സുരക്ഷിതമായിരിക്കുന്ന ഹറം എന്ന പുണ്യസ്ഥലമാക്കി. നിങ്ങൾ ആലോചിച്ചു പോകും, ഒരൊറ്റ തീർത്ഥാടകനും തയ്യൽ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാതെ, തലമറക്കാതെ, ശുദ്ധമായ തെൽബിയത്തിൻ്റെ, തൗഹീദിൻ്റെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ തെൽബിയത്ത് പ്രഖ്യാപിച്ചുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിച്ചുകൂടാ. ഇതൊക്കെ എന്താ? ഇതൊക്കെ ആ ബൈത്തിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനമാണ്, ആദരവാണ്.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ഉമ്മത്തിന്, ഈ ബൈത്തിനോടുള്ള, ഈ കഅബയോടുള്ള ബഹുമാനം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വം ഉണ്ടാകും. അത് നഷ്ടപ്പെട്ടാൽ ആ സുരക്ഷിതത്വം നഷ്ടപ്പെടും, അവർ നശിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിറയെ, ചുരുക്കത്തിൽ നിറയെ ഈ അധ്യായത്തിൽ ഈമാൻ ഉണ്ടാക്കുന്ന, തൗഹീദ് രൂഢമൂലമാക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതിപത്തിയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബഹുമാനവും ഭയവുമൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അപ്പോൾ അവിടെ തഖ്വ എന്ന് പറയുമ്പോൾ എന്താ? അള്ളാഹുവിൻ്റെ ശാഇറുകളെ ബഹുമാനിക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ എല്ലാം തുറന്ന്, എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന പ്രകൃതം. ഇഖ്ബാത്ത്, അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകമായ പദമാണ്. അള്ളാഹുവിനോടുള്ള ഇഖ്ബാത്ത്, അള്ളാഹുവിനോടുള്ള ശുക്ർ, അങ്ങനെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ആ സത്യത്തിലേക്ക് വേണ്ടി ആളുകളെ ക്ഷണിക്കുക, അതെത്തിച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും മനോഹരമായ. ഇനി ഇതിൻ്റെ ശൈലിയാണ് ഭയങ്കരം. ഇത് ആരംഭിക്കുന്നത് ഒരൽപ്പം ഭയവും തീവ്രതയും മുന്നറിയിപ്പും ഒക്കെ ഉള്ള, വൈകാരികതയെ ചലിപ്പിക്കുന്ന ഒരു ശൈലിയോടുകൂടിയാണ്. ഒരൽപ്പം ശക്തിയുള്ള, കടുപ്പമുള്ള, ഹൃദയങ്ങളെ പിടിച്ചു കുലക്കുന്ന, മനസ്സിനെ പിടിച്ചു കുലക്കുന്ന, ഉറങ്ങുന്നവരെ ഉണർത്തുകയും അശ്രദ്ധർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു ദൈവീകമായ അപായ സൈറൺ. അതാണ് ഈ സൂറ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. അതൊരു അപായ സൈറണാണ്. അപായ സൈറൺ. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം പറയുകയാണ്, മനുഷ്യ എഴുന്നേൽക്ക് നിന്റെ അശ്രദ്ധയിൽ നിന്ന്. ഇവിടെ എഴുന്നേറ്റാൽ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ആകാശവും ഭൂമിയൊക്കെ പിടിച്ചു കുലുക്കപ്പെടുന്ന ദിവസം നീ നശിച്ചു പോകും. ഭയങ്കര സംഭവല്ലേ. എന്നിട്ട് അവിടെ അവസാനിക്കുന്നില്ല. ഈ ശക്തി, രണ്ട് വിഭാഗം തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 19-ാമത്തെ വചനം, ഹാദാനി ഹസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. രണ്ട് വിഭാഗം, ഒന്ന് വിശ്വാസികളാണ്, രണ്ട് വിശ്വാസികളല്ലാത്തവർ. അവരുടെ അവസ്ഥ, വല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. അവർക്ക് നരകത്തിലുള്ള വസ്ത്രങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. സബ്ബു മിൻ ഫൗഖി റൂസിഹിം അൽ ഹമീം. അവരുടെ തലക്ക് മുകളിലൂടെ തിളച്ചു കൊള്ളുന്ന ഹമീമാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കാഴ്ചയാണ്. അതിനേക്കാൾ മനോഹരമായ ഒരു കാര്യം, ശിർക്ക് ചെയ്യുന്നവരുടെ രംഗം ഇതിൽ എഴുതിയിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്നവർ എപ്രകാരമാണ് ആകാശത്ത് നിലത്തേക്ക് വീഴുക. ഭയങ്കരമാണ്. തഖ്തഹു തൈർ. ആകാശത്ത് ഒരാൾ വീണാൽ എന്തുണ്ടാവും? ഒന്നുകിൽ നിലത്തെത്തുന്നതിന് മുമ്പ് പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ തഹ്വി ബിഹിരി, കാറ്റത്ത് പോയി ഫീ മക്കാൻ സഹിക്ക്, ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് അവൻ വീണുപോകും. ശിർക്ക് ചെയ്യുന്നവൻ്റെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിനെ വിട്ടാൽ വീണുപോകും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് മുഴുകിപ്പോകും. ഇങ്ങനെ അതിമനോഹരമായ സംഗതികൾ. അതാണ് ഇതിൻ്റെ പുറമെ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ളത് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. ആ പ്രതിപാദ്യ വിഷയങ്ങളെ നമുക്കൊന്ന് സ്പീഡിൽ ഓടിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശദീകരിച്ചു പോകുമ്പോൾ നമുക്കൊരുപാട് സമയമുണ്ടാവും, സമയം വേണ്ടി വരും. പക്ഷെ സ്പീഡിൽ പോയാൽ അതിൽ ഉപകാരപ്പെടുകയുമില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് അഞ്ച് വിഷയങ്ങളാണ് ഇതിലുള്ളത്. 5 വിഷയങ്ങൾ. അതിൽ 1-ാമത്തെ വചനം മുതൽ 24-ാമത്തെ വചനം വരെ അത് വളരെ മനോഹരമായി ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അതിശക്തമായ ചിന്തയുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പഠനം. 24-ാമത്തെ വചനം വരെ അതാണ്. 2-ാമത്തെ വിഷയം 25 മുതൽ 37 വരെയുള്ള വചനമാണ്. അവിടെ ഹജ്ജും കഅബയുടെ നിർമ്മാണവും തുടങ്ങി അതിലേക്ക് മനുഷ്യനെ ശ്രദ്ധ ക്ഷണിക്കുന്ന, അങ്ങനെ തഖ്വ ഉണ്ടാക്കുന്ന വാക്കുകളെക്കുറിച്ചാണ് അവിടെയുള്ള. 3-ാമത്തെ വിഷയം 38 മുതൽ 49 വരെയുള്ള വചനങ്ങളാണ്. അത് സായുധ പോരാട്ടത്തിനും സായുധമല്ലാത്ത ജിഹാദിനുമൊക്കെയുള്ള അനുവാദം നൽകുകയാണ്. മുസ്ലിം സംരക്ഷിക്കപ്പെടണം. അതെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോണ്ടാനുള്ള ഒന്നല്ല, സംരക്ഷിക്കപ്പെടണം. അതിന് ജിഹാദ് വേണം. ആ ജിഹാദിനെ കുറിച്ചുള്ള പരാമർശം, അതിനു വേണ്ടിയുള്ള അനുവാദമാണ് 38 മുതൽ 49 വരെയുള്ള വചനം. 4-ാമത്തെ വിഷയം 49 മുതൽ 59 വരെയുള്ള വചനങ്ങളാണ്.
അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ റിസാലത്തിനെ അംഗീകരിച്ച മുഅ്മിനുകൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച്, അതിനെ കളവാക്കിയവരുടെ അവസ്ഥയെക്കുറിച്ച്, എന്നിട്ട് മുഅ്മിനിന് വല്ലാത്ത ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. നിന്റെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു നിനക്ക് വേണ്ടി പ്രതിരോധിക്കും എന്ന്. 5-ാമത്തെ വിഷയം 60 മുതൽ 78 വരെ അവസാനം വരെയുള്ള ഭാഗമാണ്. അവിടെ തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെക്കുറിച്ച്, വ്യത്യസ്തമായ കഴിവുകളെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവസാനം ഈ വചനം അവസാനിക്കുമ്പോഴുള്ള കാര്യം അതാണ് മനോഹരം. അധ്യായം അവസാനിക്കുന്നത് അത് ഈ 5-ാമത്തെ വിഷയത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന നിലക്കാണ് ആ അവസാനമുള്ളത്. അത് മനോഹരമാണ്. അത് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദ് ചെയ്യാനുള്ള ഹഖ്ക ജിഹാദ്, അതിനുവേണ്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ചെയ്യേണ്ട ജിഹാദ് ചെയ്യേണ്ട സമയത്ത് അത് അള്ളാഹുവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട്, ഷിർക്ക് ചെയ്യാതെ, കുഫറിലേക്ക് പോകാതെ, വളരെ കൃത്യമായി അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തതിനെക്കുറിച്ചുള്ള കടുപ്പമുള്ള പരാമർശമുണ്ട്. അങ്ങനെ ഒരു തൗഹീദുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തിട്ട് അവസാനം പറയാണ് വജാഹിദു. അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. വല്ലാത്ത മനോഹരമായൊരു അധ്യായമാണ്. നമുക്ക് ഇതിൽ പറഞ്ഞ ഈ 5 വിഷയങ്ങൾ ഒന്നുകൂടി ഒരൽപ്പം വിശദമായി പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.